ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അഞ്ജലി അശ്വിനോട് പറയണ്ട്, കുഞ്ഞ നിന്റെ കാര്യങ്ങൾ എത്ര ശ്രദ്ധയാ അവൾക്ക്, നിന്റെ ആരോഗ്യ കാര്യങ്ങളൊക്കെ എത്ര മാത്രം ശ്രദ്ധയോടെ അവൾ ഓരോന്ന് ചെയ്യണത്, നിനക്ക് വേണ്ട ഭക്ഷണം, മെഡിസിൻസ്. നീ ഇങ്ങനത്തെ ഒരു പെൺകുട്ടിനെ സെലക്ട് ചെയ്തതിൽ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നുന്നു. നിന്റെ സെലക്ഷൻ ഒട്ടും തെറ്റിയില്ല കുഞ്ഞ എന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ജലി സന്തോഷത്തോടെ പോകുവാണ്. ശേഷം ശ്രുതി വന്നിട്ട് അശ്വിനെ മരുന്ന് കൊടുക്കാൻ വേണ്ടി വരുമ്പോഴേക്കും അശ്വിൻ പറയുന്നുണ്ട്, അല്ല ഇന്നലത്തെ എന്റെ അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നു, ഒരു തെറ്റും ചെയ്യാതെ നീ കുന്തം വിഴുങ്ങിയ പോലെ ഇരിക്കണ കാണാൻ നല്ല രസമായിരുന്നില്ലേ. അഭിനയോ? അതെ, ഇന്നലെ ഞാൻ കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിച്ചു, വീട്ടിലേക്ക് വന്നു, മെഡിസിൻസ് ഒക്കെ കഴിച്ചു. ഇതെല്ലാം ബോധം കെട്ട് വീണ പോലെ ഞാൻ അഭിനയിച്ചില്ലേ, അത് അഭിനയം മാത്രമായിരുന്നു. ഞാനേ ശരിക്കും എനിക്ക് അങ്ങനെ ബോധക്കേടൊന്നും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അശ്വിൻ നടന്ന് പോവാണ്. അത് കണ്ടിട്ട് ശ്രുതി ആകെ പൊട്ടിക്കരയാട്ടോ. ശ്രുതി റൂമിൽ വരുമ്പോൾ ശ്യാം അലമാരിന്ന് എന്തൊക്കെയോ തപ്പുവാണ്. ആ സമയത്ത് അശ്വിനില്ല. ശ്രുതി പറഞ്ഞിട്ട്, നിങ്ങൾ എത്ര പെട്ടെന്ന് ഈ റൂമിൽ നിന്ന് പോവാൻ നോക്ക്. അതെങ്ങനെ പോവാൻ പറ്റും, ഞാൻ വന്ന കാര്യം സാധിക്കാതെ എനിക്ക് പോവാൻ പറ്റുമോ ശ്രുതിക്കുട്ടി എന്നൊക്കെ പറയാണ്. ശ്രുതിയുടെ റൂമിലെ ഷാമിന്റെ ഒച്ച കേൾക്കുമ്പോഴേക്കും അഞ്ജലി അവിടേക്ക് തിരിയുന്ന ഭാഗമാണ് പ്രൊമോയിൽ കാണിച്ചത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.